കാസർഗോഡ് പോലീസുകാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജ്വല്ലറിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം വർക്കല സ്വദേശി മനുവാണ് പിടിയിലായത്. ഗോവയിൽ നിന്നാണ് പ്രതിയെ ബേക്കൽ പോലീസ് പിടികൂടിയത്. പോലീസുകാരൻ ചമഞ്ഞ് കാസർഗോഡ് ഉദുമയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണം വാങ്ങി പണം നൽകാതെ മുങ്ങിയ തട്ടിപ്പ് വീരനെ ഗോവയിലെത്തിയാണ് ബേക്കൽ പോലീസ് പിടികൂടിയത്. വർക്കല സ്വദേശി മനുവാണ് പിടിയിലായത്. ഗോവയിലെ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വച്ചാണ് ഇയാളെ ബേക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2.5 ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണ് ഉദുമയിലെ ജ്വല്ലറിയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ഉദുമ റെയിൽവേ ഗേറ്റിന് സമീപത്തെ പുഷ്പലത ജ്വല്ലറിയിൽ നിന്നാണ് ഇയാൾ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞത്. കൊല്ലം സ്വദേശിയാണെന്നും 7 മാസമായി ബേക്കൽ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസുകാരനായ അഖിൽ രാജാണെന്നും പറഞ്ഞാണ് മനു ജ്വല്ലറി ഉടമയെ വിശ്വാസത്തിലെടുത്തത്. തുടർന്ന് 2 തവണയായാണ് ആഭരണങ്ങൾ വാങ്ങിയത്. തുക ഗൂഗിൾ പേ ആയി അയച്ചതായി വിശ്വസിപ്പിച്ചു. എന്നാൽ ബാങ്കിൽ അന്വേഷിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ടതായി ഉടമയ്ക്ക് മനസ്സിലായത്. കാർഡ് തന്നിട്ട് ഞാൻ പറഞ്ഞു കാർഡില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞ് ATM പോയിട്ട് പൈസ എടുത്തിട്ട് വരും നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇല്ല, ATM ഇത്ര പൈസ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡും തരുമെന്ന് പറഞ്ഞു. ആ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡ് നെഫ്റ്റ് ചെയ്യാറുണ്ട്. നെഫ്റ്റ് ചെയ്ത് റേറ്റ് ആയിട്ട് കുറച്ച് മെസ്സേജ് വന്നു. ആ മെസ്സേജ് വന്നിട്ട് ഞാൻ വിശ്വസിച്ച് പോയി. അപ്പോൾ എൻ്റെ ഒരു ബാങ്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ബാലൻസ് നോക്കുന്നത്, അത് കുറച്ച് ശരിയില്ല. അപ്പോൾ ഇത് മെസ്സേജ് വന്നിട്ടാകുമ്പോൾ 1,29,500 എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് എൻ്റെ വിശ്വാസം. മാത്രമേ വന്നിട്ടില്ല. നെഫ്റ്റിൽ ഇവൻ്റെ മെസ്സേജിൽ ഞാൻ വിശ്വസിച്ച് പോയി. പരാതിയെ തുടർന്ന് ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ തട്ടിപ്പ് വീരനെ പോലീസും തിരിച്ചറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ മംഗലാപുരത്തു നിന്നും ഗോവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതായി മനസ്സിലാക്കിയ ബേക്കൽ പോലീസിലെ പ്രത്യേക സംഘം പ്രതിയെ പിന്തുടരുകയും ഗോവയിലെ ഒരു സുഖവാസ കേന്ദ്രത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇയാളുടെ ഒരു മോഡസ്. ഇങ്ങനെ സാധനമായിട്ട് കടന്നു കളയുക, എന്നിട്ട് ഇതുപോലെ പുറത്തെവിടെയെങ്കിലും പോകുക, എന്നിട്ട് അവിടെ നിന്ന് ഈ കിട്ടിയ പണം ചിലവാക്കി തീർക്കുക. അതാണ് ഇയാളുടെ ഒരു മോഡസ്. പ്രതിയായ മനു മാസങ്ങളോളം പ്ലാൻ ചെയ്താണ് ഉദുമയിലെ ജ്വല്ലറിയിൽ തട്ടിപ്പ് നടത്തിയതെന്നാണ് സൂചന. ബേക്കലിൽ തന്നെ പോലീസാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് 2 ഇടങ്ങളിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ട്. വ്യാപാരികൾക്കും നാട്ടുകാർക്കും പരിചയമുള്ള പോലീസുകാരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേര് പറഞ്ഞാണ് ഇയാൾ ആർക്കും സംശയം നൽകാതെ തട്ടിപ്പ് നടത്തിയത്. പ്രതിക്കെതിരെ കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, പാലക്കാട് ജില്ലകളിലും സമാന രീതിയിലുള്ള 10ഓളം കേസുകൾ നിലവിലുണ്ട്. മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കും. ന്യൂസ് മലയാളം, കാസർഗോഡ്.